ിനും സാധ്യതയുണ്ട്. ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളം തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതാണ് കേരളത്തിൽ ശക്തമായ മഴയ്ക്കുള്ള കാരണം. കോഴിക്കോട് ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശം. താമരശ്ശേരി ചുരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ചുരത്തിൽ താഴെ വ്യൂ പോയിന്റിന് സമീപം പാറ അടർന്നു വീണു. കുറ്റ്യാടിയിൽ വീടിന് മുകളിലേക്ക് മരം വീണു. തലനാരിടയ്ക്കാണ് കുടുംബം രക്ഷപ്പെട്ടത്. വിലങ്ങാട് മിന്നൽ ചുഴലിയിൽ വ്യാപക നാശമുണ്ടായി. മാവൂരിൽ 3 വീടുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. വിവരങ്ങളുമായി അബിന പി ചിറക്കൽ ചേരുന്നു. അബിന, കോഴിക്കോടിൽ ശക്തമായ മഴയും കാറ്റും വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, നഗരത്തിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. മലയോര മേഖലയിലും തലസ്ഥിതി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കയാക്കിംഗ്, തിരുവമ്പാടി പുല്ലാരുംപാറ എളന്തുംകടവിൽ നടക്കേണ്ടിയിരുന്ന കയാക്കിംഗ് മത്സരങ്ങൾ പ്രതികൂല കാലാവസ്ഥ കാരണം മറ്റൊരിടത്തേക്ക് പുലിക്കയത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് ഇരുവഴിഞ്ഞിയിലും ചാലിയാറിലും വെള്ളം ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കയാക്കിംഗ് മത്സരങ്ങളെല്ലാം തന്നെ മറ്റൊരിടത്തേക്ക് സംഘാടകർ മാറ്റിവെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മാവൂർ മേഖലയിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുകയാണ്. മാവൂർ കച്ചേരിക്കുന്നിൽ 3 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഒരു വീട്ടുകാർ മാറി താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു 2 വീടുകൾ ഏതു നിമിഷവും ഒഴിയേണ്ട സ്ഥിതിയിലാണ്. അത്രമാത്രം വെള്ളം കയറിയ നിലയിലാണ് ഇപ്പോൾ മാവൂരിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉള്ളത്. കൂടാതെ റോഡുകളെല്ലാം തന്നെ ഇന്ന് പുലർച്ചെ പെയ്ത മഴയിൽ, ഇന്നലെ രാത്രി മുതൽ ഏകദേശം 10 മണി മുതൽ ആരംഭിച്ച മഴ ഇന്ന് 6 മണി വരെ കനത്ത മഴ പെയ്യുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ റോഡുകളിലെല്ലാം തന്നെ വെള്ളം കയറുന്നത് മൂലം ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ്. ചാലിയാറും ചെറുപുഴയും ഇരുവഴിഞ്ഞും നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ്. ഈ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലേക്കെല്ലാം തന്നെ വെള്ളം കയറുന്നത്. കൂടാതെ ഈ വെള്ളപ്പൊക്കം രൂക്ഷമായതോടുകൂടി ഊർക്കടവിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ 16 ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്തിയിട്ടുണ്ട്. റോഡുകൾ വെള്ളത്തിൽ മുങ്ങിയതോടെ മിക്ക പ്രദേശങ്ങളും ഇപ്പോൾ ഗതാഗതം നിലച്ച സ്ഥിതിയാണുള്ളത്. കൂടാതെ ഇനിയും ഇത്തരത്തിൽ മഴ തുടരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഒരുപക്ഷെ വെള്ളപ്പൊക്കം രൂക്ഷമാകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് കൊയിലാണ്ടി ഭാഗത്ത് വീടിന് മുകളിലേക്ക് മരം വീണ് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്കാണ്. ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് ഇത്തരത്തിൽ മരം വീടിന് മുകളിലേക്ക് വീണത്. ഈ കുടുംബാംഗങ്ങൾ കിടക്കുന്ന ഭാഗത്തേക്ക് മുകളിലെ മുറിയിലാണ് രണ്ട് ആളുകൾ, അതായത് ഉടമസ്ഥനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകനും കിടന്നുറങ്ങുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ മരം വീണിട്ടുള്ളത്. ഈ മരം വീഴുന്ന ശബ്ദം കേട്ട്, മരം ഒടിയുന്ന ശബ്ദം കേട്ട് എണീറ്റ് മറ്റൊരു മുറിയിലേക്ക് മാറിയതിനാൽ തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത്. ഏതായാലും ഇവിടെ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. നിലവിൽ വീടിന്റെ മുകളിൽ നിന്നും മരം മുറിച്ചു മാറ്റാനുള്ള നടപടികളെല്ലാം തന്നെ നിലവിൽ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം വിലങ്ങാടിലും സമാന സ്ഥിതി തന്നെയാണ് തുടരുന്നത്. വിലങ്ങാട്ടിലെ പല വീടുകളിലും കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലും കാറ്റിലും മരം വീഴുകയും അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി കമ്പി പൊട്ടി വീഴുകയും ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ മറ്റ് ആളപായമൊന്നും ഉണ്ടായില്ല. വൈദ്യുതി ഇല്ലാത്തതിനാലാണ് അത്തരമൊരു ആളപായമില്ലാതെ രക്ഷപ്പെടാൻ സാധിച്ചത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ നിലവിൽ ഇപ്പോഴും വിലങ്ങാട്ടിലെ പല ഭാഗങ്ങളിലും ഇപ്പോഴും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിശക്തമായ മഴ തന്നെയാണ് വിലങ്ങാടും അതോടൊപ്പം തന്നെ കോഴിക്കോട് പല ഭാഗങ്ങളിലും നഗരപ്രദേശങ്ങളിലും മലയോര മേഖലയിലെല്ലാം തന്നെ കനത്ത മഴ തന്നെയാണ് തുടരുന്നത്. അതോടൊപ്പം മരുതോങ്കര നമുക്കറിയാം കഴിഞ്ഞ മാസമായിരുന്നു മരുതോങ്കരയിലെ ജനവാസ മേഖല അല്ലാത്ത ഇടത്ത് ചെറിയ തോതിൽ ഉരുൾപൊട്ടിയതായ വിവരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ മഴ ശക്തമായി പെയ്യുന്ന അല്ലെങ്കിൽ മഴ ശക്തമാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും ഇതിനോടകം ഭരണകൂടം നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തീരദേശവാസികൾക്കും പുഴയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് ശാന്തി നഗർ, കോതി, അതോടൊപ്പം
അതോടൊപ്പം തന്നെ ഗോദീശ്വരം, കടലുണ്ടി എന്നിവിടങ്ങളിലെല്ലാം തന്നെ കടലാക്രമണം രൂക്ഷമായിരുന്നു. ഇന്നും അത്തരത്തിൽ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ ഭാഗങ്ങളിൽ താമസിക്കുന്ന തീരദേശവാസികളെല്ലാം തന്നെ താൽക്കാലികമായി ഇവിടെ നിന്ന് മാറണം എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ തീരദേശവാസികൾ ഇവിടെ നിന്ന് മാറില്ല. കൃത്യമായി ഇതിലേക്ക് ഒരു ഇടപെടൽ ജില്ലാ ഭരണകൂടം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ തീരദേശവാസികളെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യം. നമുക്കറിയാം, ഈ കോതി ഭാഗത്തുള്ള പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ രീതിയിൽ കടലാക്രമണം മൂലം വീടിൻ്റെ പകുതി ഭാഗങ്ങൾ കടലെടുത്ത നിലയിലായിരുന്നു. അതോടൊപ്പം തന്നെ ഗോദീശ്വരത്തെ റോഡ് കടലെടുത്ത നിലയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടങ്ങളിൽ നിന്നൊന്നും തന്നെ ആരും മാറുന്നില്ല. കൃത്യമായൊരു ഇടപെടൽ ഈ ജില്ലാ ഭരണകൂടം നടത്തുന്നില്ല എന്നുള്ളൊരു ആരോപണം ഇതിനോടകം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അധികൃതരെല്ലാം തന്നെ ഇവിടെ വന്ന ഇതിന് വേണ്ടുന്ന ശാശ്വത പരിഹാരം, ശക്തമായൊരു കടൽഭിത്തി നിർമ്മിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഈ തീരദേശവാസികൾ ഉന്നയിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രയും പെട്ടെന്ന് കടൽഭിത്തി നിർമ്മിക്കണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. കഴിഞ്ഞ ദിവസങ്ങളിലെ കടലാക്രമണം മൂലം നിരവധി കുടുംബങ്ങൾ ഇവിടെ നിന്നും മറ്റു കുടുംബാംഗങ്ങളുടെ വീട്ടിലേക്ക് മാറി താമസിച്ചതായാണ് വിവരം ലഭിക്കുന്നത്. ഇനി മലയോര മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ മുക്കം, തോട്ടുമുക്കം, കൂടരഞ്ഞി, കൂമ്പാറ എന്നീ ഭാഗങ്ങളിലെല്ലാം തന്നെ കനത്ത മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഈ കക്കടംപൊയിൽ, കൂമ്പാറ എന്നീ ഭാഗങ്ങളിലേക്ക് പോകുന്ന അനാവശ്യമായി യാത്രകൾ ഒഴിവാക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. കൂടാതെ ഈ ജലനിരപ്പ്, അതായത് വിനോദസഞ്ചാര മേഖലയിലുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്ന ആളുകളും ജലാശയങ്ങളിലേക്ക് ഇറങ്ങുന്നതും ഒഴിവാക്കാനുള്ളൊരു നിർദ്ദേശവും ഇതിനോടകം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ താമരശ്ശേരി ഭാഗങ്ങളിലേക്ക് പോകുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് പുലർച്ചെ 5 മണിക്കും അതോടൊപ്പം തന്നെ 2 മണിക്കുമായിരുന്നു ഈ അപകടം നിറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 4 മണിയോട് കൂടിയായിരുന്നു ഈ താമരശ്ശേരി ചുരത്തിലെ 8-നും 9-നും ഇടയിലുള്ള വളവിൽ വെച്ച് മരം വീഴുകയും മണ്ണിടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഏകദേശം 4 മണിയോട് കൂടിയാണ് പാറ അടർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ സമയത്ത് ആളുകൾ ആരും തന്നെ ആ ഭാഗത്തേക്ക് പോവാതിരുന്നതും അതോടൊപ്പം തന്നെ താമരശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കും വരാതിരുന്നതിനാലും ഈ ഒരു വ്യൂ പോയിന്റിൽ ആരും ഇല്ലാതിരുന്നതിനാലും വലിയൊരു അപകടമാണ് ഇന്ന് ഒഴിവായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ താമരശ്ശേരി ഭാഗത്തേക്ക് അല്ലെങ്കിൽ വയനാട് ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ ജാഗ്രത പുലർത്തേണ്ടതാണ് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ അനാവശ്യമായി വയനാട് ഭാഗത്തേക്ക് പോകുന്നതും അതോടൊപ്പം തന്നെ ഈ കോടകൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പോകുന്നതും ഈ വയനാട്, താമരശ്ശേരി, കക്കാടംപൊയിൽ, കൂമ്പാറ, കൂടരഞ്ഞി എന്നീ ഭാഗങ്ങളിലേക്കാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങളിലേക്കുള്ള യാത്രകൾ വിനോദസഞ്ചാരികൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ളത്. ദീപ്തി. ശരി. കോഴിക്കോട് ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശം. താമരശ്ശേരി ചുരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ചുരത്തിൽ താഴെ വ്യൂ പോയിന്റിന് സമീപം പാറ അടർന്നു വീണു. കുറ്റ്യാടിയിൽ വീടിന് മുകളിൽ മരം വീണു. തലനാരിടയ്ക്കാണ് കുടുംബം രക്ഷപ്പെട്ടത്. വിലങ്ങാട് മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. മാവൂരിൽ 3 വീടുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. അഭിനയാണ് വിവരങ്ങൾ നൽകിയത്.